കർത്താവിൻ്റെ ജീവിക്കുന്ന ദിവ്യകുർബാനയുടെ സാന്നിധ്യത്തിൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ജീവിത ദുരിതങ്ങൾക്ക് രോഗസൗഖ്യങ്ങൾക്കും വേണ്ടി ജീവിത ദുരിതങ്ങൾക്കെതിരെ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. അച്ഛൻ പ്രാർത്ഥിക്കുന്ന ഓരോ സമയവും നിങ്ങളെ കർത്താവ് സ്പർശിക്കും. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്തിനാ ഉദ്ദേശിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അച്ഛന് വചനം കിട്ടണം, പ്രാർത്ഥിക്കുമ്പോൾ വചനം കിട്ടണം, കർത്താവ് രോഗസൗഖ്യത്തിൻ്റെ മേഖലകളെ എനിക്ക് കാണിച്ചു തരണം, അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് സാന്ത്വനം ഉണ്ടാകണം, സമാശ്വാസം ഉണ്ടാകണം. കർത്താവ് എല്ലാവരെയും ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുകയാണ് ഈശോ. പലതരത്തിലുള്ള നെഞ്ചലച്ചിൽ അനുഭവിക്കുന്നവരെ ഇപ്പോഴും ധ്യാനം കൂടുന്നുണ്ട് ഈശോ. നെഞ്ചലച്ചിലെ കർത്താവ് നെഞ്ച് വിങ്ങുന്നവരെ, അവിടെ മുമ്പിൽ ഒരു സമാധാനം ഇല്ലാതെ ഇരിക്കുന്നവരെ, അവരെ നീ ഇപ്പോഴും ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യത്തെ നീ പ്രകടമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, എല്ലാ മക്കൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, 36 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയെ നീ അനുസ്മരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, 1986 മുതൽ തുടങ്ങിയ കൗൺസിലിങ്ങിലൂടെ കർത്താവ് നിന്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് വളർന്നിട്ടുള്ള ജനങ്ങളെ നീ ഓർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെയെല്ലാം ഓർത്തുകൊണ്ട് കർത്താവ് ഇപ്പോൾ ഈ ആരാധന കൂടുന്നവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. കർത്താവേ, ഈ ആരാധനയിൽ അച്ഛൻ ഇപ്പോഴും ഞങ്ങളുടെ കാര്യം പറയണമേ, ഞങ്ങളുടെ സങ്കടങ്ങളെ ഇപ്പോഴും ഈശോയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കണമേ എന്ന് പറയാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവർ ഓൺലൈനുണ്ട്. അവരെ ഈശോ ഇപ്പോൾ ഏറ്റെടുക്കും, അവരുടെ സങ്കടങ്ങൾ ഏറ്റെടുക്കും. അവരെ ഞാൻ മനസ്സിൽ ഈശോ എനിക്ക് കാണിച്ചു തന്നതുകൊണ്ടാണ് ഞാൻ ആദ്യമേ അവരെ ഓർക്കണത്. കർത്താവേ, അവരെല്ലാം നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ സങ്കടങ്ങളെ കർത്താവ് നീ അനുസ്മരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങളെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവേ, ഇപ്പോഴും ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളുള്ളവരുടെ മുതുകിൽ കർത്താവെ നീ സ്പർശിക്കണമേ. കർത്താവേ, ശ്വാസകോശമായ രോഗങ്ങളുള്ളവരുടെ മുതുകിൽ കർത്താവെ നീ സ്പർശിക്കണമേ. കർത്താവെ, ശ്വാസകോശമായ രോഗങ്ങളുള്ളവരുടെ മുതുകിൽ നീ സ്പർശിക്കണേ. കർത്താവെ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുറിച്ചിന്റെ അടയാളത്തിൽ മാരക രോഗങ്ങള് യേശു നാമത്തില് സൗഖ്യമാകട്ടെ. സൗഖ്യങ്ങളെല്ലാം ഈശോയെ സാക്ഷ്യമായി മാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മക്കളെ, ഇപ്പൊ അച്ഛൻ പ്രാർത്ഥിക്കാൻ പോകുന്ന തല മുതൽ ഉള്ളംകാല് വരെ ചിരങ്ങും ചൊറിയുമുള്ളവരെ ഇപ്പൊ ഈശോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഗർഭപാത്രത്തെയാണ്. ഗർഭപാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഊടിന് താഴെ തൊട്ട് താഴെ വരെ ഇങ്ങനെ വിരിഞ്ഞ് കളറെല്ലാം മാറി മഞ്ഞ നിറത്തിൽ കാണിക്കുന്ന ഭാഗങ്ങളുണ്ട്.
അത് രക്തത്തിൻ്റെ എല്ലാ ഓട്ടം കുറഞ്ഞ് മരവിച്ച് രക്തോട്ടമില്ലാത്ത ഭാഗങ്ങൾ, ഭയങ്കര ഗുരുതരമായ മാരകമായ ഒരു അവസ്ഥ കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. ഈ ഗർഭപാത്രത്തിൽ ഞാൻ വേറെ കാലത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചതെങ്കിലും ഈശോ ഇപ്പോഴും ദർശനം തന്ന കാരണം ആ ഗർഭപാത്രങ്ങളെ സ്പർശിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ എന്ത് രോഗമാണ് ഈ മഞ്ഞ നിറത്തിൽ കാണുന്നത്, അത് യേശുവിൻ്റെ നാമത്തിൽ കൃപാസാൽത്താറെ ജീവനുടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യത്വത്തിൽ യേശു നാമത്തിൽ പൂർണ്ണമായി സൗഖ്യമാകട്ടെ എന്ന് കൽപ്പിക്കുന്നു. സാക്ഷ്യം പറഞ്ഞു അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ അങ്ങ് തുടരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്പർശിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എൻ്റെ പ്രിയപ്പെട്ടവരെ, പിൻകഴുത്തിൽ വേദന ഉള്ളവർ പിൻകഴുത്ത് കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. തലയിലെ വേദന വിട്ടുമാറാത്തവർ തലയിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ പ്രഷർ രോഗികൾ, ഷുഗർ രോഗികളൊക്കെ നെറ്റിയിലെ നെഞ്ചത്തും കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. തൈറോയ്ഡ് രോഗികൾ, ടോൺസിലൈറ്റ് രോഗികളെ തൊണ്ടയിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ PCOD ഉള്ളവർ, അതുപോലെ തന്നെ പിസ്റ്റുല രോഗികളെ, അതുപോലെ തന്നെ ഗർഭാശയത്തിൽ മുഴയുള്ളവർ, മൂത്രാശയത്തിൽ കല്ലുള്ളവർ, മൂത്രമൊഴിക്കാൻ പാടുള്ളവർ, കിഡ്നി രോഗികൾ, എല്ലാ അടിവയറ്റിൽ മുതുകിനൊക്കെ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. നടുവ് രോഗികൾ, നടുവ് ഇരിക്കാൻ പറ്റാത്തവർ, അത് കിടക്കാൻ പറ്റാത്തവർ, ഉറങ്ങാൻ പറ്റാത്തവരെല്ലാം നടുവിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കുരിശേറ്റവൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കുരിശേറിയവൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. മുറിവേറ്റ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ് മുൾക്കിട ചുഴിയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കുരിശ് തറച്ചവൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കുരിശ് തറഞ്ഞവൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കുരിശ് മരിച്ചവരുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ചെന്നവരുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ ഉന്നതമായ നാമത്തിൽ, യേശുവിന്റെ ഉന്നതമായ നാമത്തിൽ, യേശുവിന്റെ ഉന്നതമായ നാമത്തിൽ മാരക രോഗങ്ങള്, തിരവേദികള് ഈ നിമിഷം സൗഖ്യമാകട്ടെ. ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. രോഗികളെ സുഖപ്പെട്ടു സൗഖ്യപ്പെട്ടെന്ന് പറയുന്നു. കർത്താവേ, രോഗികളെ സുഖപ്പെട്ടെന്ന് പറയുന്നു. കർത്താവേ, അമ്മയുടെ സന്താനയില് സാക്ഷ്യമായിട്ട് ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, വിശുദ്ധ രക്തത്താൽ കഴുകണമേ. മുടി കൊഴിഞ്ഞു പോകുന്നവരെ കർത്താവേ, വിശുദ്ധ രക്തത്താൽ കഴുകണമേ. ഓരോ പ്രാർത്ഥന കഴിയുമ്പോഴും നിങ്ങളെ കർത്താവേ, വിശുദ്ധ രക്തത്താൽ കഴുകണമെന്ന് പ്രാർത്ഥിക്കുക. നെഞ്ചുവേദന അനുഭവിക്കുന്നവരെ, ഹൃദയ സ്തംഭനമുള്ളവരെ, ഹൃദയത്തിൽ ബ്ലോക്കുള്ളവരെ, കരളിന് നീർവീഴ്ചയുള്ളവരെ, ഫാറ്റി ലിവറുള്ളവരെ, മഹോദര രോഗികളെ ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് കർത്താവ് നടക്കുമ്പോൾ കിതപ്പുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ, ഓരോരുത്തരെ കാണുമ്പോൾ കർത്താവ് വഴിയിൽ ഓരോരോ സ്ഥലത്ത് താങ്ങി പിടിച്ചുകൊണ്ട് പോകുന്നവരെ കണ്ടിട്ടുണ്ട് ഈശോയെ. തെങ്ങിലും അതുപോലെ തൂണിലുമൊക്കെ താങ്ങിക്കൊണ്ട് കർത്താവ് നടക്കാൻ വയ്യാത്തവരെ ഇപ്പോൾ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഈശോയെ. കർത്താവ് ഉറക്കം രാത്രി ഇല്ലാത്ത കർത്താവ് ഞാൻ ഉറങ്ങിയിട്ട് ദിവസങ്ങളായി എന്ന് കരഞ്ഞുകൊണ്ട് കർത്താവ് കൃപാസനത്തിൽ പറയുന്നുണ്ട് ഈശോയെ. അവരെല്ലാം അവരെപ്പോലുള്ളവരെ സമർപ്പിക്കാൻ പ്രാർത്ഥിക്കണം. ഈശോ അവരെ സ്പർശിക്കണമേ കർത്താവ്. ഈശോ ഞാൻ പറയാത്ത രോഗങ്ങൾ, തീരാത്ത രോഗങ്ങൾ കർത്താവ് ഇപ്പോഴും കർത്താവ് തുടച്ചു മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സാമ്പത്തിക കടങ്ങളുള്ളവരെ സാമ്പത്തികമായ ഒരു വഴി, ഈ 10,000 രൂപ
അല്ലെങ്കിൽ 2000 രൂപ മാത്രമേ ഉള്ളൂ അച്ഛോ, ഇനി ഇത് തീർന്ന കുഞ്ഞുങ്ങളെ എങ്ങനെ നിലനിർത്താം, വിശപ്പറിയാതെ എങ്ങനെ സ്കൂളിൽ വിടുമെന്ന് അറിയാൻ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് കരയുന്ന മാതാപിതാക്കന്മാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വീടില്ലാത്തവരെ കർത്താവ്, കിടക്കാൻ ഇടമില്ലാത്തവരെ കർത്താവ്, വാടകയ്ക്ക് വേണ്ടി ഒഴിയേണ്ടി വരുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒറ്റയ്ക്കും പാട്ടത്തിന് താമസിക്കുന്നവരെ കർത്താവ്, കല്യാണം വരുമ്പോഴേ കല്യാണം ഇങ്ങനെയുള്ള പൊറുതി കൊണ്ടാണ് കല്യാണം വരാത്തതെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ്, വസതി കൊണ്ടും വീട് കൊണ്ടും പ്രതികൂലമായ സാഹചര്യത്തിൽ കല്യാണം വരാത്തവരെ, മറ്റു രോഗങ്ങൾ കൊണ്ടും കർത്താവ്, സൗന്ദര്യത്തിൻ്റെ എന്തെങ്കിലും വ്യത്യസ്തമായ കാര്യങ്ങൾ കൊണ്ട് കർത്താവ് കല്യാണവും നഷ്ടപ്പെട്ടു പോയവരെ, കല്യാണം ഇല്ലാത്തവരെ, കല്യാണം വരാത്തവരെ കർത്താവ് ശ്രമിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാത്തവരെ ശ്രമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ജോലി ഇല്ലാത്തവരെ കർത്താവ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, നൈപുണ്യ പരീക്ഷകളുടെ കർത്താവ്, യോഗ്യത പരീക്ഷ കർത്താവ് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാവേ കർത്താവെ, പരീക്ഷ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ, പരീക്ഷയിൽ കർത്താവ് ഫലം പ്രതീക്ഷിക്കുന്നവരെ എല്ലാവരെയും നീ ഏറ്റെടുക്കണം പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഇവിടെ ഉടമ്പടി ചെയ്തു പോയ മക്കൾ കർത്താവ്, ഓരോരോ പരീക്ഷയ്ക്കും ഇന്റർവ്യൂ വേണ്ടി കർത്താവ്, ജോലിക്ക് വേണ്ടി കർത്താവ്, വിദേശ യാത്രയ്ക്ക് വേണ്ടി കർത്താവ്, നാട്ടിലുള്ള ജോലിക്ക് വേണ്ടി കർത്താവ്, പരീക്ഷ എഴുതി നിൽക്കുന്ന ഒരു കർത്താവ്, ഉടമ്പടി ചെയ്തിട്ടുള്ള മക്കൾ കർത്താവ്, അവരെല്ലാ സങ്കടങ്ങളെയും കർത്താവ്, അവിടെ എല്ലാ സങ്കടങ്ങളെയും കർത്താവ് സാക്ഷികളാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന, സന്തോഷത്തിന് സാക്ഷികളാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ജീവിതം മനുഷ്യൻ മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. നിങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നവർ മുട്ട നിന്നുകൊണ്ട് കൈകൾ കൂപ്പി ആശീർവാദം സ്വീകരിക്കാൻ വേണ്ടി ശിരസ്സ് നമിച്ചുകൊണ്ട് വ്യക്തിപരമായ കുടുംബപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മൗനമായി പ്രാർത്ഥിക്കുക. അച്ഛൻ ജയിലിൽ കിടക്കുന്ന വ്യക്തികളെ പ്രത്യേകിച്ച് ഇപ്പോൾ ഓർക്കുന്നുണ്ട്. അതുപോലെ തന്നെ പല സാമ്പത്തിക സർട്ടിഫിക്കറ്റുകൾ കുരുങ്ങിപ്പോയവർ, ഇല്ലാത്തവർ, ജോലി രേഖകൾ നഷ്ടപ്പെട്ടവർ, അതിൻ്റെ കാലാവധി കഴിഞ്ഞവർ, പുറത്തിറങ്ങാൻ പറ്റാതെ ഇരിക്കുന്നവർ, വിദേശത്തായാലും സ്വദേശത്തായാലും അതെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മൗനമായി പ്രാർത്ഥിക്കട്ടെ. സമാപന ആശീർവാദം സ്വീകരിക്കാം. ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ ദിവ്യകാരുണ്യ ഈശോ നമ്മളെ ആശീർവദിക്കാൻ പോവുകയാണ്. ഉടമ്പടിയിൽ സമൃദ്ധ നിയോഗങ്ങളെല്ലാം ഈശോയുടെ സന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഇരുകരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിശക്തമായിട്ട് സ്തുതിക്കട്ടെ. ഇതാ ഈശോ നിങ്ങൾ ഓരോരുത്തരെയും ആശീർവദിക്കുക. നിങ്ങളുടെ ഉടമ്പടി നിയോഗങ്ങളുടെ മേൽ കർത്താവിന്റെ കൃപ ചൊരിയപ്പെടുകയാണ്. ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നവര്, ഉടമ്പടി പുതുക്കി പ്രാർത്ഥിക്കുന്നവര്, ലൈറ്റ് ക്യാനിൽ പ്രയർ റിക്വസ്റ്റ് പ്രാർത്ഥിക്കുന്നവര്, ഈ ശുശ്രൂഷ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് നിയോഗം അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരെ ഇതാ ദിവ്യകാരുണ്യത്തിന്റെ അഭിഷേകം ചൊരിയപ്പെടുകയാണ്. കർത്താവ് അവരെ സ്പർശിക്കുകയാണ്. മാരക രോഗികളെയും ദുരിതം അനുഭവിക്കുന്നവരെയും ഈശോ സ്പർശിക്കുകയാണ്. ഇന്ന് ദിവ്യകാരുണ്യ ആരാധനയില് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പ്രാർത്ഥിച്ച ഓരോ നിയോഗങ്ങളെയും ഹൃദയത്തിലേറ്റ് പ്രാർത്ഥിക്കുന്നവരെ കർത്താവ് ഇപ്പോൾ ദിവ്യകാരുണ്യത്താൽ സ്പർശിച്ച് സൗഖ്യപ്പെടുത്തുകയാണ്. ദൈവത്തിന്റെ ശക്തി അവരിലേക്ക് നിറയുകയാണ്. ദൈവത്തിന്റെ കൃപ അവരിലേക്ക് ചൊരിയപ്പെടുകയാണ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളും അത് പിന്നീട് കണ്ട് പ്രാർത്ഥിക്കുന്നവരെയും കർത്താവ് സ്പർശിക്കുകയാണ്. ടെലിവിഷൻ ചാനലിലൂടെ ദിവ്യകാരുണ്യ ആരാധനയിൽ പങ്കെടുത്ത് കൃപാസന ദിവ്യകാരുണ്യ ആരാധനയിൽ ഏകദിന ഉപവാസ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുക്കുന്നവരെ ഈശോ സ്പർശിക്കുകയാണ്. തിരുസഭയുടെ മേൽ കർത്താവിന് കൃപ ചൊരിയാണ്. കൃപാസന പ്രത്യക്ഷയായ പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണം തിരുസഭ ഏറ്റെടുക്കുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ലോകത്തിന് നാനാഭാഗങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരെ ഈശോ ദിവ്യകാരുണ്യത്താൽ ആശീർവദിക്കുകയാണ്. അവിടെ രോഗങ്ങൾ, ദുരിതങ്ങൾ, കടങ്ങൾ, ജീവിത വിഷയങ്ങൾ ഈശോ സ്പർശിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി കർത്താവേ, സൗഖ്യത്തിന് നന്ദി കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നമ്മളെ ആശീർവദിച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക്